ഉള്ളൂ. അത് യേശുവിന്റെ നാമമാണ്. പാരമ്പര്യം രക്ഷപ്പെടുത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിന്റെ പേരുകൾ നമ്മളെ രക്ഷപ്പെടുത്തത്തില്ല. ആരും രക്ഷപ്പെടുത്തത്തില്ല. രക്ഷയ്ക്കുള്ള ഒറ്റ വഴിയുള്ളൂ. യേശു പറഞ്ഞ വാക്യം ഞാൻ ഉദ്ധരിക്കാം: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്യം ഞാൻ ഉദ്ധരിക്കാം: ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ഏക മധ്യസ്ഥൻ, ദ മാൻ ജീസസ് ക്രൈസ്റ്റ്. എങ്ങനെയാ നല്ല ഫലം കായ്ക്കുന്നത്? ഹാർഡൻഡ് ആയിട്ടുള്ള സോയിൽ മാറണം. ദൈവാത്മാവ് വാദിക്കുമ്പോൾ തന്നെത്താൻ താഴ്ത്തണം. ഇനി പ്രൈസ് ദി ലോർഡ്, ഒരു റോക്കായിട്ടുള്ള പാറയാണെങ്കിൽ ചുറ്റിയാകുന്ന ദൈവത്തിന്റെ വചനം വന്ന് ഇടിക്കുമ്പോൾ തള്ളി തള്ളി നിൽക്കരുത്, ഏൽപ്പിച്ചു കൊടുക്കണം. ഉടയപ്പെടട്ടെ. ഈ നല്ല നിലത്ത് എന്ന് പറയുന്ന നിലം ഒരുക്കപ്പെട്ടു. തന്നെത്താൻ താഴ്ത്തി ആ നിലത്തെ ഒരുക്കി കൊടുക്കണം. ഒന്ന് ഉടയ്ക്കട്ടെ ദൈവത്തിന്റെ വചനം. പാരമ്പര്യത്തെ ഉടയ്ക്കട്ടെ. മറ്റന്ധവിശ്വാസങ്ങളെ ഉടയ്ക്കട്ടെ. നാം വലുതെന്ന് പിടിച്ചു വച്ചിരിക്കുന്നതിനെ ഉടയ്ക്കട്ടെ. സുവിശേഷം ജയിക്കട്ടെ. കർത്താവിന്റെ വചനം ശോഭിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. വായുകൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. വായുകളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രിയിൽ മത്സരിയായിട്ടല്ല നിൽക്കേണ്ടത്, ഉടയപ്പെട്ടവനായി. കർത്താവേ, എനിക്ക് അങ്ങേ ആവശ്യമാണ്. എന്റെ പാരമ്പര്യം രക്ഷിക്കത്തില്ല, പുരോഹിതൻ രക്ഷിക്കത്തില്ല, പാസ്റ്റർ രക്ഷിക്കത്തില്ല, ഒന്നും എന്നെ